الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ, സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അസഹിഷ്ണുത വളരെ വ്യാപകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മതത്തിൻ്റെ പേരിൽ വ്യക്തിപരമായ പല വിഷയങ്ങളും ഉണ്ട്. അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനേക്കാൾ വർദ്ധിച്ചു വരുന്ന വെറുപ്പും വിദ്വേഷവും പ്രചാരണം,
അത് ഈ കാലഘട്ടത്തിൽ എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ചില ആളുകൾക്ക് എന്തെങ്കിലും രണ്ട് വർത്തമാനം ഉറക്കം എഴുന്നേൽക്കുന്നത് അവരുടെ മതത്തെ ചീത്ത പറയാതെ അവന് മറ്റു പ്രാഥമിക കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലേക്ക്, നിർബന്ധിതമായ ഒരവസ്ഥയിലേക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പലതും നമ്മൾ കേൾക്കുന്നു. നാട്ടിൽ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിലെല്ലാം മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന വർത്തമാനങ്ങൾ അത് എല്ലാവരും ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുക. അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മതത്തിൻ്റെ മേലാളന്മാരെന്ന് പറയുന്ന ആളുകളും, അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയക്കാർ അവരാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെ ഈ ജനങ്ങളെ തമ്മിലകറ്റിക്കൊണ്ട് മനസ്സുകളെ അകറ്റിക്കൊണ്ട് എങ്ങനെ രണ്ട് വോട്ട് നേടിയെടുക്കാം എന്ന ചിന്തയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെയും ഈ കാര്യത്തിലേക്ക് വലിച്ചിഴക്കുന്നത്. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുകയില്ല. അത്രത്തോളം ദുർഗന്ധം വമിക്കുന്ന, ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് മലയാളികളായ നമ്മളൊക്കെ കേട്ടും കണ്ടും കൊണ്ടും ഇരിക്കുന്നത്. വർഗീയത നല്ല ചെലവാണെന്ന്, വർഗീയത പറഞ്ഞാൽ നല്ല ചെലവാണ്. ഇപ്പോൾ മുനമ്പം വിഷയം നമ്മുടെ മുമ്പിൽ വന്നു. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ ഒരു പ്രശ്നം, 100-600 കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം. അങ്ങനെ ആ മുനമ്പം വിഷയം അത് വഖഫ് ഭൂമിയാണ് എന്നതിന് രേഖകളൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അത് വഖഫിൻ്റെ സ്വത്താണ് എന്നുള്ളത് കൃത്യമായി രേഖയുള്ള കാര്യമാണ്. അത് അതിൻ്റെ ആധാരവും അതിൻ്റെ വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടും അതുമായി എല്ലാ രജിസ്ട്രാർ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള കാര്യമാണ്. അത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സേട്ട് വഖഫായിട്ട് ദാനം ചെയ്ത ഭൂമിയാണത്. അത് പിന്നീട് അത് ആർക്കാണോ കൊടുത്തത് അവർ മറ്റൊരു സ്ഥലം കണ്ടെത്തി ഇത് വിൽക്കുകയും ഉണ്ടായി ആണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ അത് ആ സ്ഥലത്ത് അവർ വിറ്റതിലും കൂടുതൽ സ്ഥലങ്ങൾ പലപ്പോഴായിട്ടൊക്കെ കയ്യേറ്റങ്ങളുമൊക്കെ ആ കൂട്ടത്തിൽ നടക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിഷയമായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ നാട്ടിൽ എന്തുണ്ട്, കോടതിയുണ്ട്, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ന്യായമായ നിലയിൽ, നീതിപൂർവമായ നിലയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്, അങ്ങനെ സമീപിച്ച് ആ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒക്കെ ചെയ്യേണ്ട കാര്യം. ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇവിടെ കോടതികളിലൂടെ പരിഹാരം കണ്ടെത്തുക, അല്ലെങ്കിൽ പുറത്തു വച്ച് അത് തീർക്കുക, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വിഷയത്തെ പോലും മതത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തിക്കൊണ്ട് മതത്തെ തമ്മിലടിപ്പിക്കാനുള്ള, ആളുകളെ പരസ്പരം അകറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് അവിടെ നമ്മൾ കണ്ടുവരുന്നത്. നോക്കൂ, ഓരോ പാർട്ടികളും
അതിനകത്തുനിന്ന് എത്ര ലാഭം, ഞങ്ങൾക്കെന്ത് ലാഭം എന്ന് നോക്കി ഓരോരുത്തരും ആ വിഷയത്തിൽ തലയിടുകയാണ്. എന്നിട്ട് ഭയങ്കര പ്രസംഗങ്ങളാണ്, കോരം പ്രസംഗങ്ങളാണ്. അത് വഖഫിനെ ഞങ്ങൾ എടുത്തു കളയും. അങ്ങനെ ഇത് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണത്. ഒരു ഓഫീസാണ് വഖഫ്. അതിനകത്ത് ശമ്പളം കൊടുക്കുന്നതൊക്കെ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അണ്ടറിലാണ് വഖഫ്. ഈ വഖഫ് സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണത്. വഖഫ് സ്വത്തുക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് വഖഫ് ബോർഡ് എന്ന നിലയിൽ. അത് ഇപ്പോൾ മറ്റുള്ളവർക്കും എല്ലാവർക്കും ഉണ്ട് ഓരോ ഏജൻസി. പക്ഷെ ഇവിടെ എന്താണ്, ഈ വിഷയം വന്നപ്പോൾ അത് മുസ്ലിങ്ങളുടെ പേരിൽ അത് എന്ത് ചെയ്യുന്നു, അത് വലിയ കോലാഹലമാക്കിയെടുത്ത് അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ വിഷയം അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വളരെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളെ, ചെറിയ വിഷയങ്ങളെ എല്ലാം വലിയ പെരുപ്പിച്ച് ഊതുവീർപ്പിച്ച് നാട്ടിൽ അത് വലിയ എന്തോ ഒരു സംഭവമാക്കി മാറ്റി, അങ്ങനെ അവിടെ എല്ലായിടത്തുനിന്നും ആളുകൾ ഓടിയെത്തി നാട്ടിൽ വാ തുറന്നാൽ ഈ വിഷം മാത്രം ചീറ്റുന്ന ചില ആളുകൾ, വാ തുറന്നാൽ നാവെടുത്താൽ വർഗീയത മാത്രം പറയുന്ന വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾ പോലും അവിടെ വന്നിട്ട് ഈ വിഷയത്തെ എന്ത് ചെയ്യാണ്, ആളി കത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ഇവിടെയൊക്കെ പ്രതികളാക്കപ്പെടുന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയുമാണ്. മുസ്ലിങ്ങൾ എന്തു ചെയ്തു? മുസ്ലിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആരുടെയും ഒരു സ്വത്ത് പോലും അന്യായമായിട്ട് അപഹരിച്ചിട്ട് എടുത്തിട്ടില്ല മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു സംഭവം പോലുമില്ല അങ്ങനെ കയ്യേറി എടുത്ത അങ്ങനെ പാടുമില്ലല്ലോ. ഒരു മുസ്ലിമിന് അത് പാടില്ലാത്ത കാര്യമാണ്. അവന്റെ മതം വിലക്കുന്ന കാര്യമാണത്. ചെയ്യാൻ പാടില്ല, ഹറാമാണ്, അത് നിഷിദ്ധമാണത്. ഒരു ചെറിയ ഒരു നയാ പൈസ പോലും ഹറാമായത് മുസ്ലിമിന് അനുവദനീയമല്ല. ഹലാലായതേ മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമാക്കപ്പെടുകയുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ വിഷയം മുസ്ലിമീങ്ങളെ പ്രതികളാക്കി നിർത്തും. എല്ലാ വിഷയം, നാട്ടിൽ നടക്കുന്ന ഏത് വിഷയത്തിലും മുസ്ലിമീങ്ങളുടെ തലക്ക് വെക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം, അനിഷ്ടമായ സംഭവം ഉണ്ടായാൽ, ഒരു ബോംബ് സ്ഫോടനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഉടനെ പത്രമാധ്യമങ്ങളും മീഡിയകളും എല്ലാം ചാടിയിറങ്ങി അതിന് പരതുകയാണ്. ഒരു മുസ്ലിം നാമം കിട്ടാൻ വേണ്ടി, ഒരു മുസ്ലിം പേര് കിട്ടാൻ വേണ്ടി. ആ പൂരങ്കലക്കലിൽ മാത്രം ഒരു മുസ്ലിമിൻ്റെ പേര് പരാമർശിക്കുന്നില്ല, രക്ഷപ്പെട്ടു, ഭാഗ്യം. മുസ്ലിമിൻ്റെ പേരില്ല, പൂരങ്കലക്കലിൽ ഒരു മുസ്ലിമിൻ്റെ പേര് പറയുന്നില്ല. അല്ലെങ്കിൽ അവിടെയും എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് മുസ്ലിമിൻ്റെ തലക്ക് വെക്കാൻ ശ്രമങ്ങൾ നടന്നേനെ. അപ്പൊ ഇതാണ് അവസ്ഥ. ഏതു നാട്ടിൽ എന്ത് നടന്നാലും മുസ്ലിമീങ്ങളുടെ തലക്ക് വെക്കുക, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ 2023 ഒക്ടോബർ 29 കളമശ്ശേരി ഒരു ഭീകരാക്രമണമുണ്ടായി നമ്മുടെ നാട്ടിൽ. കളമശ്ശേരിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കി വായിച്ച കാര്യമാണത്. കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ ഒരു മീറ്റിങ്ങിൽ, ഒരു സമ്മേളനത്തിൽ, അവിടെ പെട്ടെന്നൊരു സ്ഫോടനം നടക്കുകയാണ്. 6ഓളം പേർ അവിടെ മരിച്ചു, കുറേ ആളുകൾക്ക് പരിക്കേറ്റു. പലസ്തീനിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ നാടിൻ്റെ പല ഭാഗങ്ങളിലും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാടിൻ്റെ പല ഭാഗങ്ങളിലും ജാഥകളൊക്കെ നടത്തുകയും ഐക്യദാർഢ്യ സമ്മേളനങ്ങളൊക്കെ നടത്തുകയും മുസ്ലിമീങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉള്ളത്. ആ സമയത്ത് ആണ് ഈ സ്ഫോടനം നടക്കുന്നത്.
എന്താണ്, മീഡിയകളൊക്കെ രംഗത്ത് വന്നു, നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. പലരും പറയാൻ തുടങ്ങി. ആ അന്വേഷണവും ആ സൂചിമുനയും അതിൻ്റെ കുന്തമുനയും ഒക്കെ ഈ സമുദായത്തിൻ്റെ നേരെ തിരിക്കാനായിരുന്നു പഠിച്ച എല്ലാം ചെയ്തത്. എല്ലാ പണിയും എല്ലാം നോക്കി പറഞ്ഞിങ്ങനെ വരാൻ തുടങ്ങുകയാണ്. ഈ സമുദായത്തെ കിട്ടാൻ, അടിക്കാൻ ഉള്ള ഒരു വടി കിട്ടിയ എൻ്റെ സന്തോഷത്തിലായിരുന്നു നമ്മുടെ നാട്ടിലെ മീഡിയകൾ. പക്ഷേ ദൗർഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം കൊണ്ടോ അത് ചെയ്തയാൾ തന്നെ ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് പറഞ്ഞു, ഇത് ചെയ്തത് ഞാനാണ്, ഈ ചെയ്ത കാര്യം ഞാനാണിത് ചെയ്തത്. യഹോവ സാക്ഷികളുടെ ദേശവിരുദ്ധതയ്ക്കെതിരെ താൻ നടത്തിയ ഒരു ഭീകരാക്രമണമാണത് എന്ന് പറഞ്ഞു. ഇത് ഞാനാ നടത്തിയത് എന്ന് പറഞ്ഞ അയാൾ ഫേസ്ബുക്ക് ലൈവിൽ വന്നു. അതോടുകൂടി ഈ പറഞ്ഞു വന്നവനെല്ലാം അവൻ്റെ നാവ് അകത്തോട്ട് തള്ളിപ്പോയി. ഈ സമുദായത്തിലെ ഒരംഗത്തെ തിരയുകയായിരുന്നു അവർ. ആരൊക്കെ? മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ, അതേപോലെ തന്നെ ഇടതുപക്ഷ സൈദ്ധാന്തികൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, വലിയ ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ പോലും, ഇവരൊക്കെ ഈ മതേതരത്വം പറയുന്നവരാണ്. പക്ഷെ എല്ലാത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ വർഗീയത ഉണ്ട് എന്നുള്ളത് സത്യം. ചില അവസരങ്ങളിലൊക്കെ അത് പുറത്തു വരുന്നുണ്ട്, പുറത്തു ചാടും. എല്ലാത്തിൻ്റെയും ഉള്ളിൽ വർഗീയത ഉണ്ട്, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇയാൾ രംഗത്ത് വന്നതോടുകൂടി ആ വിഷയം അങ്ങ് കെട്ടടങ്ങുകയാണ്. നേരെ മറിച്ച് ഒരു മുസ്ലിം ആയിരുന്നെങ്കിലോ എന്തായിരുന്നു? ഇപ്പം ഇവിടെ തന്നെ ഇയാൾ 6 പേരെ കൊന്നു. കുറേ ആളുകൾ അതിൻ്റെ പേരിൽ ഇന്നും ഹോസ്പിറ്റലുകളിലാണ്, ചികിത്സയിലാണ് ഒരുപാട് ആളുകൾ. ഇപ്പോൾ അയാളുടെ പേരിലുള്ള UAPA നിയമം എടുത്തു മാറ്റി. സാധാരണ എന്താണ്, ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അവിടെ എന്തെല്ലാം അവൻ്റെ പേരിൽ ചാർത്താമോ അതെല്ലാം ചാർത്തും. നമ്മൾ അക്രമത്തെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. ആര് ചെയ്താലും തെറ്റാണ്. ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ല നിരപരാധികളെ കൊല്ലാൻ, അല്ലേ? ഇസ്ലാമിൻ്റെ അധ്യാപനം എന്ന് പറയുന്നത് ഒരാളെ കൊന്നാൽ സൂറത്ത് മാഇദയിലെ 32-ാമത്തെ വചനം, മനുഷ്യരിലെ ഒരാളെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാളെ പോലും കൊല്ലാൻ ഇസ്ലാം, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്, ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ഇസ്ലാം വെറുപ്പിന്റെ മതമോ ഭീകരത പ്രചരിപ്പിക്കുന്ന മതമോ അങ്ങനെയുള്ള ഒരു മതമല്ല ഇസ്ലാം. ആർക്കും എപ്പോഴും ഏത് സമയത്തും വായിക്കാവുന്ന ഒരു മഹാപുസ്തകമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു ആദർശമാണ് ഇസ്ലാം. അതിൻ്റെ ഖുർആനുണ്ട്, അതിൻ്റെ വേദഗ്രന്ഥം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ വേദഗ്രന്ഥം ഖുർആനുണ്ട്. ആ ഖുർആൻ പറയുന്നത് ഏതെങ്കിലും ഒരു വരി, അന്യനെ ഉപദ്രവിക്കാൻ, അന്യനെ ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വരി ഖുർആനിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? ഒരു വരി അന്യനെ ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്ന. മറിച്ച് എന്താണ് ഉള്ളത്? സ്നേഹിക്കാനും കാരുണ്യം കാണിക്കാനും സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കാനും ഏത് മതത്തിൽപ്പെട്ടവരുമായിട്ടും നല്ല രീതിയിൽ ജീവിക്കുവാനും ഒക്കെയുള്ള കൽപ്പനയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ. ഖുർആൻ പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു ഇസ്ലാം. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. ആ സൃഷ്ടാവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്
എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. കാരുണ്യവാനാണ് അവൻ, കരുണാവാരിധിയാണ് അവൻ. അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു ആരാണ്? അത് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ, ഖുർആൻ 114 അധ്യായങ്ങൾ. ആ 114 അധ്യായങ്ങളും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാവാരിധിയുമായ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു സൂറത്തിൽ ബിസ്മില്ല, സൂറത്ത് തൗബ ബിസ്മില്ല. പക്ഷേ അതെ, ആ ബിസ്മി ഇല്ലെങ്കിലും മറ്റൊരു സൂറത്തിൽ 2 ബിസ്മി. സൂറത്ത് നംലിൽ കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പറയുകയാണ്. ഒരു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കത്തെഴുതുകയാണ് രാജ്ഞിക്ക്. അപ്പുറത്തെ ഈ മരം കൊത്തി വന്ന് ആ രാജ്യത്തിലെ രാജ്ഞിയാണ് അവിടെ ഭരിക്കുന്നത് എന്നും അവർ സൂര്യനെയാണ് ആരാധിക്കുന്നത് എന്നും പറഞ്ഞ് മരം കൊത്തി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരം കൊത്തിയുടെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തയക്കുകയാണ്, ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. സുലൈമാൻ നബി, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. നോക്കുക സഹോദരങ്ങളെ, പരമകാരുണ്യകനും കരുണ, ഇതാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു ആരാണ്? പരമകാരുണ്യകനാണ് അവൻ. പരമത്തിനും ഈ ജഗത്തിന് മുഴുവൻ കാരുണ്യവാനാണ് അള്ളാഹു. അവൻ ക്രൂരനല്ല, അവൻ മനുഷ്യരോട് ദ്രോഹം ചെയ്യുന്നവനല്ല. അവന്റെ കാരുണ്യം അവന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു എന്നാണ്. എന്റെ കാരുണ്യം എല്ലാത്തിനും വിശാലമാണ്, എല്ലാ വസ്തുവിനും, ചെറുതാകട്ടെ വലുതാകട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള ഏതുമാവട്ടെ, അതിനെല്ലാത്തിലും വിശാലമായിട്ടാണ് അള്ളാഹു കാരുണ്യം നൽകപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അള്ളാഹിനെ കുറിച്ച് പറയുക. അപ്പൊ ഇങ്ങനെ പഠിപ്പിക്കുന്ന, ഇങ്ങനെ എന്നിട്ടാണ് ഖുർആൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് പറയുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെ അവൻ തീവ്രവാദിയാകും, അവൻ ഭീകരവാദിയാകും? ഇത് എന്താണ്? ബോധപൂർവം ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ബോധപൂർവമാണ്. ഇസ്ലാമിനെ എന്തിനു പഴിചാരുന്നു? ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പേരിൽ അവനെ ശിക്ഷിക്കപ്പെടണം. അതാണ് നീതി എന്ന് പറയുന്നത്. അവൻ ആരുമാവട്ടെ. പക്ഷെ അവിടെ ജാതിയോ മതമോ നോക്കാൻ പാടുണ്ടോ? നമ്മൾ കാണുന്നില്ലേ, നമ്മൾ കേൾക്കുന്നില്ലേ? ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു ചെറുപ്പക്കാരൻ ലെറ്റർ വിടും, ഭീഷണിക്കത്ത് വിടുന്നു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഭീഷണിക്കത്ത് വിടും. അതിന്റെ ഉറവിടം പരിശോധിച്ച് വന്നപ്പോൾ ആളെ കിട്ടി. അത് മുസ്ലിം ആണെങ്കിൽ അവൻ പിന്നെ ISIS-ഉം ഭീകരവാദിയും തീവ്രവാദിയും അങ്ങനെ പോവുകയാണ്. പിന്നെ അവന് ജാമ്യവും ഇല്ല. അവൻ ജാമ്യം കിട്ടാത്ത വകുപ്പും എല്ലാം പെടുത്തി അവനെ ജയിലുകൾക്കുള്ളിലാക്കും. ഇനി മറിച്ച് ആ ഭീഷണിക്കത്ത് വിട്ടയാള് ഒരു ഹൈന്ദവനോ ഒരു ക്രൈസ്തവനോ ആണെങ്കിലോ എന്താണ് ഭാഷ്യം? എന്താണ് അവനെ കുറിച്ച് പിന്നെ പറയുന്നത്? ഭ്രാന്തൻ. അവൻ ഭ്രാന്തനാണ്, ഭ്രാന്തൻ ആക്കപ്പെടുകയാണ്. നോക്കുക, 2 തരം ഇരട്ടത്താപ്പ്. ഇതാണ് ഇരട്ടത്താപ്പ്. ഇവിടെ നീതി എന്ന് പറയാൻ പറ്റുമോ? സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ സമയത്ത് എന്താണ് നാട്ടിൽ ചർച്ച ചെയ്യേണ്ടത്? ഇലക്ഷനിൽ നമ്മുടെ നാട്ടിൽ എന്താ ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷവും. ഇതാണ് ഭരിക്കുന്ന പാർട്ടി ഭരണ നേട്ടങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്നാലേ അവർക്ക് വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്യുകയും, പ്രതിപക്ഷമോ ഭരണത്തിൽ വല്ല കോട്ടവും ഉണ്ടെങ്കിൽ അത് ഭരണം പരാജയമാണെങ്കിൽ ആ പരാജയം ചൂണ്ടിക്കാട്ടണം. ഇതല്ലേ ചെയ്യേണ്ടത്.
ഇതല്ല ചെയ്യേണ്ടത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങളാണ് ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ എന്താണ് ചർച്ച ചെയ്യുന്നത്? അവിടെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വലിച്ചിഴക്കുകയാണ്. ഇസ്ലാമിന്റെ സാങ്കേതികമായ പദങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ നമുക്കറിയാം, വടകരയിൽ കാഫിർ പ്രയോഗം നമ്മളൊക്കെ കേട്ട് കാണും. കാഫിർ പ്രയോഗം എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നു. കാഫിർ എന്താണ്? കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഫിർ എന്ന് പറഞ്ഞാൽ സത്യം മറച്ചു വെക്കുക, മൂടി വെക്കുന്നവനെ കാഫിർ എന്ന് പറയാറുണ്ട്. ഇസ്ലാം സാങ്കേതികമായി പറഞ്ഞതാണ്, ഒരു ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. അത് ആരെയും പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ ഉള്ളൊരു പദമല്ല കാഫിർ എന്ന് പറഞ്ഞു. മറിച്ച് ഒരു നിലപാട് പറഞ്ഞതാണ്. കാഫിറിന്റെ നേരെ എതിർ പദമാണ് മുഅ്മിൻ, വിശ്വാസം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കാഫിറിന് പല അർത്ഥങ്ങളുമുണ്ട്. സത്യം മറച്ചു വച്ചവൻ. അതേപോലെ തന്നെ കൃഷിക്കാരനും കാഫിർ എന്ന് പറയും. ഈ വിത്ത് കുഴിച്ചിടുക, മണ്ണിൽ കുഴിച്ചിടുക, മൂടുകയാണല്ലോ, മറച്ചു മണ്ണിൽ മറച്ച്. അങ്ങനെ ആ കൃഷിക്കാരനും എന്താണ്? കാഫിർ എന്ന് പറയുന്നുണ്ട്. കൃഷിക്കാരനെ കാഫിർ എന്ന് പറയാറുണ്ട്. നന്ദി കെട്ടവനെയും കാഫിർ എന്ന് പറയാറുണ്ട്. നന്ദി കെട്ടവരായ ആളുകളെ, അങ്ങനെയുള്ളവരെയും ഖുർആനിൽ കാഫിർ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാഫിർ എന്ന് പറയുന്ന ഒരു ഇതാണ്, നിലപാടാണ്, ഒരു ആദർശമാണ്. അതാരെയും ആക്ഷേപിക്കാനുള്ള പദമല്ല. പക്ഷെ ആ കാഫിർ എന്ന പദം നേരത്തെ ജിഹാദ് കൊണ്ടുവന്നു. ജിഹാദ് ആളുകളെ കൊല്ലാൻ കൽപ്പിക്കുന്ന പദമാണ്. വളരെ പരിശുദ്ധമായ പദമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ ത്യാഗം ചെയ്യുക എന്നാണ്. അങ്ങേയറ്റത്തെ ത്യാഗം സഹിക്കുക എന്നതാണ് ജിഹാദിന്റെ അർത്ഥം. ദൈവിക മാർഗത്തിൽ അങ്ങേയറ്റത്തെ ത്യാഗം സഹിക്കുക, അതാണ് ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം. അതല്ലാതെ ആളുകളെ കൊല്ലാൻ കൽപ്പിക്കുന്നതോ ആളുകളുടെ തലവെട്ടാൻ കൽപ്പിക്കുന്ന പദമോ അല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് ഒരാൾ ചെന്നു. നബിയെ, എനിക്കും യുദ്ധത്തിന് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് എന്താണ്? നബി അദ്ദേഹത്തോട്, ആ മനുഷ്യനോട് ചോദിച്ചു, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്കിൽ നീ അവർക്ക് വേണ്ടി ജിഹാദ് ചെയ്യുക. പോയി അവരെ തലവെട്ടാനാണോ? ഇവരുടെ അർത്ഥത്തിലാണെങ്കിലോ, ഈ പറയുന്ന ആളുകളുടെ അർത്ഥത്തിലാണെങ്കിലോ, നീ പോയി നിന്റെ മാതാപിതാക്കളുടെ തലവെട്ടാൻ ആണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതല്ല. അവരെ സംരക്ഷിക്കാനും അവരെ പോറ്റി വളർത്താനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവരെ നോക്കി വളർത്താനും വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ പറഞ്ഞു വിടുന്നു. നോക്കുക, അതാണ് ജിഹാദ് എന്ന അർത്ഥം. അപ്പോ ഈ കാഫിർ എന്താണ്? കാഫിർ സ്ക്രീൻഷോട്ട് വന്നു. കാഫിർ എന്ന പദത്തിന്റെ സ്ക്രീൻഷോട്ട്. ഇന്നയാള്, ഞാൻ പേര് പറയുന്നില്ല, ഇന്നയാള് അതെന്താണ്? ഒരു 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരൻ. ഈ സ്ക്രീൻഷോട്ട് വന്നതാണ്. ഇലക്ഷന്റെ സമയമാണ്, ഇലക്ഷൻ കത്തി നിൽക്കുന്ന സമയമാണ്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇനി ദിവസങ്ങളില്ല, പിറ്റേന്ന് എങ്ങാണ്ട് ഇലക്ഷൻ ആരംഭിക്കുകയാണ്. ആ സമയത്താണ് ഈ സ്ക്രീൻഷോട്ട് വരുന്നത്. ഇന്ന ആളാണെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരൻ, മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി. ആർക്കാണ് നാം വോട്ട് ചെയ്യേണ്ടത്? നമ്മളിൽപ്പെട്ടവനല്ലേ? ഇതാണ് ആ സ്ക്രീൻഷോട്ടിലുള്ളത്. ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? നമ്മളിൽപ്പെട്ടവനല്ലേ? ഇത് സഹോദരങ്ങളെ, ഇത് കേട്ടാൽ ആർക്കാണ് അനുകൂലം ആർക്കാണ് പ്രതികൂലം എന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി എന്ന് പറയുന്നത്, ഈ കാഫിർ പ്രയോഗം കൊണ്ട് ഹൈന്ദവ വോട്ടുകളെ, ഈ ചെറുപ്പക്കാരന് കിട്ടുന്ന ഹൈന്ദവ വോട്ടുകളെ ഇവർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും.
അവിടെ മനുഷ്യരെ എന്ത് ചെയ്യാണ്? തെറ്റിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് അത് വേണോ? ഇങ്ങനെയുള്ള പദങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ അതിങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവിടേക്ക് വലിച്ചെടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതൊക്കെ ബോധപൂർവം വളരെ വൃത്തികെട്ട നെറികെട്ട രാഷ്ട്രീയ കളികളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആദ്യമൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ ആയിരുന്നു. അങ്ങനെ പശു പറഞ്ഞിട്ടും പശുവിൻ്റെ പേരിലൊക്കെ എത്ര ആളുകളെയാണ് ആൾക്കൂട്ട കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലിച്ചതക്കുന്നു. പോത്തിറച്ചി അല്ലെങ്കിൽ ആട്ടിറച്ചി ഫ്രിഡ്ജി വെച്ചു. അങ്ങനെ അഖ്ലാഖ് എന്ന് പറയുന്ന ആളെ ഒരു പെരുന്നാൾ ദിവസം വീട്ടിൽ നിന്ന് വലിച്ചഴിച്ച് പട്ടാളക്കാരൻ്റെ വാപ്പയാണ്. ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പം ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പാരമ്പര്യമുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ വന്നപ്പോഴും ഇതിനെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു കേട്ടോ. ജനങ്ങൾ ബുദ്ധിമാന്മാരാണ്. നമ്മുടെ കേരളീയ മലയാളികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരാണ്. അവർ ഇത്തരത്തിലുള്ള വർഗീയതയിലേക്കൊന്നും പോയി വീഴുകയില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ നാട്ടിൽ നടന്ന ഇലക്ഷൻ. മതേതര മനസ്സുകളുടെ ഒരു വലിയ ഒഴുക്കായിരുന്നു നമുക്ക് ഇലക്ഷൻ റിസൾട്ടിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേരളത്തെ വർഗീയവൽക്കരിക്കാൻ സാധിക്കുകയില്ല. പിന്നെ അതിനൊരു അപവാദം നിൽക്കുന്ന തൃശ്ശൂർ ആണ്. പക്ഷെ അവിടെ മറ്റു പല സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായി എന്നുള്ളത് അത് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമല്ല. അപ്പോൾ പൊതുവെ നമ്മൾ നോക്കിയാൽ ഇതാണ് മലയാളികളുടെ മനസ്സ് എന്ന് പറയുന്നത്. നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിലുണ്ടായി. എങ്ങനെയാണ് മലയാളികൾ പെരുമാറിയത്? അത് ഐക്യത്തോടെ നിന്നുകൊണ്ട് എല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ട് ആ വിഷയം നമ്മൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നു. നമ്മൾ ആ വിഷയം തരണം ചെയ്തു. നാട് മുഴുവനും വെള്ളത്തിലായപ്പോൾ അവിടെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി മലയാളികൾ എല്ലാവരും രംഗത്തിറങ്ങി പരസ്പരം സഹായിച്ചു. ആ വിഷയങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു. അതാണ് മലയാളികൾ. ഇസ്ലാം മുസ്ലിമീങ്ങൾ അവിടെ ജാതി നോക്കിയില്ല. ഏറ്റവും കൂടുതൽ സഹായം ഗവൺമെന്റിനേക്കാൾ ഏറ്റവും കൂടുതൽ സഹായം നൽകപ്പെട്ടത് ഗൾഫ് വാസികളാണ്. ഗൾഫിലുള്ള പാവങ്ങൾ, അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ആ വെയിലത്ത് മരുഭൂമിയിൽ അവരുടെ സഹായങ്ങളൊക്കെ ഈ നാട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. ഇഷ്ടംപോലെ സഹായങ്ങൾ, സാധനങ്ങൾ, എന്തെല്ലാം വിലപിടിപ്പുള്ള ഈ ബദാമു പിസ്ത അതൊക്കെ ഇങ്ങനെ വന്ന് കെട്ടിക്കിടക്കുകയായിരുന്നു ഓരോ നാട്ടിലും. എല്ലാവർക്കും ഓരോ ക്യാമ്പിലേക്കൊക്കെ അതൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ മലയാളികളുടെ മനസ്സെന്ന് പറയുന്നത്. അവർ ഒത്തൊരുമയുള്ളവരാണ്. അപ്പൊ അവർ ഇത്തരത്തിലുള്ള ഈ വെറുപ്പിൽ വിദ്വേഷം വരുത്തുന്ന കാര്യങ്ങളിലൊന്നും മലയാളികൾ ഒരിക്കലും വീണു പോവുകയില്ല. മുസ്ലിമീങ്ങൾക്കൊരു നിലപാടുണ്ട്. അവരെ പഠിപ്പിക്കുന്ന അവരുടെ ദീൻ പഠിപ്പിക്കുന്നത് കാരുണ്യം ചെയ്യാനാണ്. നമുക്കറിയാം നൗഷാദിന്റെ സംഭവം. കോഴിക്കോട് മാൻഹോളിൽ ഇറങ്ങി 3 രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ ചെറുപ്പക്കാരൻ, ഒരു ഓട്ടോ ഡ്രൈവർ മാൻഹോൾ വൃത്തിയാക്കാൻ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഓരോരുത്തരായിട്ട് മരിച്ചു വീണു. അവിടെ തൊട്ടടുത്ത് കുറച്ച് മാറി ചായ കുടിച്ചുകൊണ്ടിരുന്ന നൗഷാദ് ഇത് വിവരം കേട്ടപ്പോൾ ഓടി വന്ന് നൗഷാദ് ചാടി ഇറങ്ങുകയാണ് അവരെ രക്ഷപ്പെടുത്താനാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം, അലംഘനീയമായ വിധി, നൗഷാദും അവിടെ മരിച്ചു വീഴുകയാണ്. നോക്കൂ, അവിടെ തൻ്റെ കുടുംബം നോക്കി മാറി നിന്നില്ല. ഇതാണ് മുസ്ലിമീങ്ങൾ. ഒരു ദ്രോഹവും ഈ നാട്ടിൽ ഇന്ന് ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത വിഭാഗമാണ്. ഈ നാടിനോടൊപ്പം നിന്ന പാരമ്പര്യമാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും പാരമ്പര്യം എന്ന് പറയും. അതിനെ ആ ചരിത്രം
മാറ്റാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഒരിക്കലും മുസ്ലിമീങ്ങൾ ഭീകരവാദികളാവുകയില്ല, തീവ്രവാദികളാവുകയില്ല. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളാണത്. അങ്ങനെ ആരെങ്കിലും കൊന്നാലോ ആരുടെയെങ്കിലും മുതൽ അപഹരിച്ചാലോ അവൻ നരകത്തിൽ പോകും. ഈ ഒരു വിശ്വാസമാണ് അവന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കും തിന്മയായ ഒരു പ്രവൃത്തിയും അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഈ സമീപകാല ചരിത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, നമ്മൾ അറിയണം. ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചലനങ്ങൾ ഏത് വിധത്തിലാണ് നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന സൂറത്തുൽ മാഇദയിലെ ഒരു ആയത്ത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ, അല്ലാഹുവിനു വേണ്ടി നീ നിലകൊള്ളുക, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും. പിന്നെ പറഞ്ഞത് ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമാകുക. അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമാകുക. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഒരു ജനതയോടുള്ള, ഒരു മതത്തോടുള്ള വിദ്വേഷം അവിടെ നിന്നെ നീതി പാലിക്കാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കാൻ പാടില്ല. ഈ എഴുതിലു, നീ നീതി പാലിക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയുമായിട്ട് ഏറ്റവും അടുത്തത്. വത്തഖുല്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നീതിക്ക് സാക്ഷ്യം വഹിക്കുക, നീതിയുള്ളവരാകുക. ഒരു ജനതയോടുള്ള വിദ്വേഷം, വെറുപ്പ്, അമർഷം നിന്നെ നീതി പാലിക്കാതിരിക്കാൻ ഒരിക്കലും പ്രേരിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറെ അധ്യായങ്ങൾ, കുറെ ആയത്തുകൾ ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക, ആ കൃത്യമായ സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, കൃത്യമായ കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുക. പല കളവുകളും ഒക്കെ നാടുകളിൽ പ്രചരിപ്പിക്കും. അതിൽ നിന്നും വശംവദരായി പോകാതെ, വീണു പോകാതെ, തീവ്രവാദത്തിൻ്റെ ആ ഇതിലേക്ക് നമ്മൾ തള്ളിപ്പോകാതെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് ആ ആയത്തിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും സമമല്ല. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നീ തിന്മയെ തടുക്കുക, ഏറ്റവും നല്ലത് കൊണ്ട്. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, അപ്പോൾ നിന്റെ ശത്രു ആത്മമിത്രമായി മാറും. ഏറ്റവും നല്ലത് കൊണ്ട് തടുത്താൽ, ഏറ്റവും നല്ലത് കൊണ്ട് തടുത്താൽ നിന്റെ ആരാണോ നിന്റെ ശത്രു അവൻ നിന്റെ ആത്മമിത്രമായിട്ട് മാറും. എന്നിട്ട് അള്ളാഹു പറയണ വല എന്താണ് അപ്പോൾ അത് നൽകുന്നത് ആർക്കാണ് അങ്ങനെയുള്ള കഴിയുന്നത്? ഈ നന്മ കൊണ്ട് പ്രചരിപ്പിക്കാനും തിന്മ തടുക്കാനും കഴിയുന്നത്, തിന്മ കൊണ്ട് തിന്മയെ തൊട്ട് തടയാനും നന്മ കൊണ്ട് നേരിടാനും ഒക്കെ ആർക്കാണ് കഴിയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത് ക്ഷമിക്കുന്നവർക്കും
വമ്പിച്ച ഭാഗ്യവാന്മാർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്നാണ്. അപ്പൊ കുറേയൊക്കെ ക്ഷമ വേണം. നമ്മുടെ ഈ രാജ്യത്തിൽ ബഹുമത സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറേ ഒക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. കുറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ ക്ഷമയോടുകൂടി ജീവിക്കുക. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ചാടി ഇറങ്ങാതെ, ഇറങ്ങി പുറപ്പെടാതെ, അതിൻ്റെ രണ്ട് വശങ്ങളും ആലോചിച്ചുകൊണ്ട് വേണം നാം രംഗത്തിറങ്ങാൻ. അല്ല ചാടി ഇറങ്ങുക. നമ്മളെ പ്രകോപിപ്പിക്കാനും നമ്മളുടെ ഈമാനെ ചോദ്യം ചെയ്യാനും എന്തെല്ലാമാണ്. പ്രവാചകനെ അവഹേളിക്കുന്നു, പ്രവാചകനെ ചീത്ത വിളിക്കുന്നു. നമ്മളെ ഹൃദയം തിളക്കുന്ന രംഗമാണത്. രോമം എഴുന്നേറ്റ് വരുന്ന സമയമാണ്. ആ സമയത്തുമൊക്കെ നമ്മൾ ക്ഷമിക്കുക എന്നാണ് ഖുർആനിൻ്റെ അധ്യാപനം. ക്ഷമിക്കുക, അപ്പോൾ നിന്റെ ശത്രു ആത്മമിത്രമായിട്ട് മാറുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആ വിധത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇവിടെ ജീവിക്കുക. ഈ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ എല്ലാവരുമായിട്ടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ കഴിയുക. അതാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. നമ്മളുടെ വീടുകളിൽ നിന്ന്, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരോടും, അതേപോലെ തന്നെ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോടും നിങ്ങൾ നല്ല നിലക്ക് നീതിയോടുകൂടി വർത്തിക്കാനാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അവരോട് പുണ്യം ചെയ്യാൻ, മറ്റുള്ളവർക്ക് പുണ്യം ചെയ്യാനും നീതിയിൽ വർത്തിക്കാനും ഒക്കെ അള്ളാഹു വിലക്കുന്നില്ല. അങ്ങനെ ചെയ്യാമെന്ന് എല്ലാവരോടും നീതിയോടുകൂടി. നമ്മുടെ അയൽവാസികൾ മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല, അവരോടൊക്കെ നല്ല നിലയിൽ വർത്തിക്കണം. ഇതാണ് ഖുർആനിന്റെ കൽപ്പന. ഇവിടെ എവിടെയും ഖുർആൻ ആരെയും ദ്രോഹിക്കാനോ ഒന്നും ഒരു കൽപ്പനയും കാണാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് പഠിച്ച് നമ്മൾ നല്ല മുസ്ലിങ്ങളായി ജീവിക്കുക. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഇതാ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, എൻ്റെ ആദർശം ഇതാണ് എന്ന് നമ്മൾ തെളിയിക്കണം. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളുടെ ജീവിതം കണ്ടു പഠിക്കണം. അങ്ങനെയാണല്ലോ മാറ്റങ്ങൾ ഉണ്ടായത്. കേരളത്തിൽ മാലിക് ദിനാറും കൂട്ടരും ഒക്കെ വന്നിട്ട് അവർ ജീവിച്ചു കാണിച്ചു കൊടുത്തു ഇതാണ് ഇസ്ലാം എന്ന്. അങ്ങനെ അതിൽ ഉൾക്കൊണ്ടു ആകൃഷ്ടരായി. അങ്ങനെയാണ് മുമ്പത്തെ തലമുറകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അവരുടെ ബാക്കികളാണ് നമ്മളൊക്കെ. അപ്പോൾ ആ രീതിയിൽ നല്ല മുസ്ലിങ്ങളായിട്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല വിധത്തിൽ ഈമാനോടുകൂടി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് വേണ്ടി ധാരാളം ആളുകൾ, സ്വതക്ക ചെയ്യുന്ന ആളുകൾ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും സഹായിക്കുന്ന ആളുകൾ, അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ മക്കളെയും നമ്മളുടെ കുടുംബത്തെയും എല്ലാം അല്ലാഹു കൺകുളിർമ നൽകുന്ന, പരസ്പരം കൺകുളിർമ നൽകുന്ന ആളുകളാക്കി അല്ലാഹു നമ്മെ എല്ലാവരെയും മാറ്റുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين، اللهم دمر أعداءنا وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.